ഇന്നലെ ഇവിടെ കുറെ ദിവസമായി ഈ കാട്ടാനക്കൂട്ടം ഉണ്ടെന്ന് പറയുന്നു. കുറേ ദിവസമായി ഇവിടെ കാട്ടാനക്കൂട്ടം ഉണ്ട്. ഇന്നലെ ഞായറാഴ്ച പുലർച്ചെയും ആന വന്നിരുന്നു. അതുപോലെ ഇന്നലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ 2-3 ആന വന്നു. ആനയാണോ എന്നറിയില്ല, വൈകിട്ട് വന്നതെന്നറിയില്ല. ആന സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ മകളുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു 7:30 കാണും. 7:30 സമയത്താണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചക്ക പറിച്ചിട്ട് വരുന്ന മുമ്പിൽ അവരുടെ മുമ്പിൽ ആന പെട്ടെന്ന് തോന്നുന്നു. ആന പെട്ടു. അപ്പോൾ ആന ചവിട്ടിയതാണ്. അപ്പം ഞാൻ അറിഞ്ഞില്ല. എന്നെ പിന്നെ വിളിച്ച് പറയുക ചെയ്ത്. അപ്പോഴാണ് ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ അവർ അലൻ എന്ന് പറഞ്ഞവൻ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. പിന്നെ അവൻ്റെ അമ്മയായിരുന്നു. അമ്മേനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി കിടക്കുകയാണ്. ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശമൊന്നും കിട്ടിയിരുന്നില്ലേ? ഇവർ സാധാരണ ഇപ്പോൾ ആന വന്നു പറഞ്ഞ് നമ്മൾ തന്നെ ഫോറസ്റ്റുകാരനെയൊക്കെ വിളിക്കാറ്. അവർ വരും, പടക്കം പൊട്ടിക്കും, പോകും. പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സ്റ്റഡിക്ക് ഇറങ്ങും. അങ്ങനെയാണ് വിളിച്ചാൽ അവർ ഫോറസ്റ്റുകാർക്ക് വരുന്നൊക്കെ ഉണ്ട്. അവർ ഫുൾ ടൈം ഇടയ്ക്ക് രാത്രിയൊക്കെ വന്ന് കറങ്ങുന്നുണ്ട്. കറങ്ങിയാലും ഏത് ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഈ 3 ആനക്കൂട്ടം ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ ഈ പരിസരത്ത് തന്നെയുണ്ട്. കാരണം ഇവിടെ നാട്ടി കഴിഞ്ഞാൽ കുറച്ച് ആ ഭാഗത്ത് നിൽക്കും, അവിടെ നാട്ടി ഇവിടെ വരും. പക്ഷെ ഇവര് രാത്രിയിൽ ഒരു ഭാഗത്ത് വന്ന് നിൽക്കും, ഫോറസ്റ്റുകാർ വന്ന് നിൽക്കും, കാട്ടും. പക്ഷെ ഇവർക്ക് അത്ര ഇതും പരിചയമൊന്നുമില്ല. അതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. പൊട്ടിച്ചാൽ നേരെ അപ്പുറത്ത് വരിക്കും. അത് കഴിഞ്ഞിട്ട് അവന് വീണ്ടും ഫോറസ്റ്റുകാരനെ വിളിക്കും. അവർ വന്ന് അപ്പുറത്ത് പൊട്ടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് ഇപ്പുറത്തായിരിക്കും. ഇത് തന്നെ ഇവിടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോഴൊന്നുമല്ല. പിള്ളേർ അവിടെ കളിക്കുന്ന ഗ്രൗണ്ട് നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നതാണ്. ഇപ്പൊ കളി നിർത്തി പേടിച്ചിട്ട്. കാരണം ഈ സാധനം എപ്പോഴത് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴത് വന്ന് ചാടണമെന്ന് അറിയില്ല. ഇതിന് മുമ്പ് ഇപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു ആന ഒരാൾ ചവിട്ടിക്കൊന്നത് സ്ഥലത്ത് വരെ ചോണിച്ച് ചവിട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇവര് വരും, ഒരു പടക്കം അവിടെ പൊട്ടിക്കും, 4 അപ്പുറത്തേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.